ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? സവാള വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഈ അടിപൊളി ഒനിയൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി വലിയ 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നടുവിലുള്ള ആ പോർഷൻ നമുക്ക് മാറ്റാം. ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കുത്തിയെടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി 1/4 ഇഞ്ച് കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. വലിയ സവാള തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ചെറിയ സവാള വെച്ചും ചെയ്യാം. അപ്പോൾ ചെറിയ വട്ടമായി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഓരോ സവാളയും ഓരോന്നിൽ നിന്നും വേറിടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ വളയുടെ ഷേപ്പിലായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ 1/4 ഇഞ്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓരോന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടിക്കോളും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ നടുവിലുള്ള പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുന്നതിലേക്ക് എടുക്കാം. അപ്പോൾ ഈ പോർഷൻ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളയുടെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. 1/4 കപ്പ് കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും. പിന്നെ ഇതിലേക്ക് ചതച്ചെടുത്ത കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത വറ്റൽമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പാകത്തെ ഒരു ബാറ്റർ ആവുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 1 കപ്പോളം വെള്ളമൊക്കെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് മൈദയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള റിങ്സ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ സവാളമ്മ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 1 കപ്പോളം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഈ ബാറ്ററിലൊന്ന് ആദ്യം മുക്കിയെടുക്കുക. ഇതിന് എക്സ്ട്രാ ഉള്ള മാവ് തട്ടിക്കളയണം കേട്ടോ. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മൾ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. സവാള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആവും. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. നല്ല ചൂടായ എണ്ണയിലിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒനിയൻ ഫ്രൈ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒനിയൻ ഫ്രൈ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇനി ഇതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസിയായ അടിപൊളിയായ ഒനിയൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്